ദശരഥ മഹാരാജാവിന് 4 പുത്രന്മാരുണ്ടായിരുന്നു. ഇപ്പോൾ ഒരാൾ കൂടിയാണ്. എനിക്ക് അങ്ങ് തന്ന രാജ്യം ഞാനിത് അങ്ങേക്ക് തിരികെ നൽകുകയാണ്. രാമായണത്തിൽ തന്നെ നമ്മൾ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളൊരു കഥാപാത്രമായിട്ട് നമ്മൾ കാണേണ്ടത് ഭരതനെയാണ്. ജ്യേഷ്ഠന് ഉടനെ തന്നെ അഭിഷേകം നടത്തണം. ജ്യേഷ്ഠൻ സമ്മതിച്ച സ്ഥിതിക്ക് ഇനി താമസിപ്പിക്കരുത്. ദൈവപ്രഭു, അങ്ങയുടെ പേരും ചരിത്രവും ഉള്ളിടത്തോളം കാലം ഈ ഭൂമിയിൽ തന്നെ വാഴാൻ എന്നെ അനുവദിക്കണം. ആ ചന്ദ്രതാരം ലങ്കയിൽ വാഴുക നീ, നാശമരികളാലുണ്ടാകയില്ലതേ. എന്നെ മറന്നുപോകാതെ നിരൂപിച്ചു പുണ്യജനാധിപനായി വസിച്ചിടടോ. ഒരു ഭരണാധികാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പ്രജകൾക്കൊക്കെ പിതൃതുല്യന്മാരാവണമെന്നാണ്. ആ രാമായണം വായിക്കുന്ന മനുഷ്യന് ഈ ജന്മം കൊണ്ട് തന്നെ മുക്തി ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആപദാമപഹർത്താരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം. ആത്മാരാമം. നമസ്കാരം സാർ. നമസ്തേ. ഈ പുണ്യ രാമായണ മാസകാലത്ത് ജനം ടി വി പ്രേക്ഷകരോടൊപ്പം അങ്ങ് നടത്തിയ ഈ രാമായണ സപര്യ അത് അതിൻ്റെ പരിസമാപ്തിയിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ഒരു മാസമായി അങ്ങ് ഭക്തിരസപ്രധാനമായ ഭാഷയിൽ രാമകഥ ജനം ടി വി പ്രേക്ഷകർക്ക് വേണ്ടി പറഞ്ഞിരുന്നു. അതിന് അങ്ങയ്ക്ക് വിനീതമായ നമസ്കാരം. നമസ്തേ. നമസ്തേ. നമ്മളിപ്പോൾ ഏറ്റവും അവസാനത്തെ ഭാഗത്താണ്. ഇനി അയോധ്യ പ്രവേശവും ഫലശ്രുതിയും രാജ്യാഭിഷേകവും ഒക്കെയാണ് വരുന്നത്. അത് ഒന്ന് അങ്ങ് വിശദീകരിക്കാമോ? തീർച്ചയായിട്ടും. ഭരതൻ ശത്രുഘ്നനെ വിളിച്ച് ഒരുക്കങ്ങളൊക്കെ നടത്താൻ പറഞ്ഞു. അതിഗംഭീരമായിട്ട് അലങ്കരിക്കണം. എല്ലാ നഗരി മുഴുവൻ കൊടിതോരണങ്ങളെ കൊണ്ട് അലങ്കരിക്കണം. ക്ഷേത്രങ്ങളിലൊക്കെ വിശേഷ പൂജകളും കാര്യങ്ങളും ഒക്കെ നിർവഹിക്കണം. വാദ്യമേളങ്ങൾ ഉണ്ടാവണം. എവിടെയും എല്ലാ സ്ഥലങ്ങളും അർഘ്യപാദ്യാദികളൊക്കെ ഒരുക്കണം. അങ്ങനെയുള്ള കൊടിമരങ്ങളൊക്കെ കൊടി ഉയർത്തണം. പാതകളൊക്കെ തൂത്ത് തളിച്ച് വൃത്തിയാക്കണം. നഗരദ്വാരത്തിലെല്ലാം പൂർണ്ണ കുംഭങ്ങൾ ഒക്കെ വെച്ച് അലങ്കരിക്കണം. അതുപോലെ തന്നെ ആ പ്രവേശിക്കുന്ന സ്ഥലത്തു തന്നെ എല്ലാ സാമന്ത രാജാക്കന്മാരും അതുപോലെ തന്നെ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരും അവരെല്ലാവരും അവിടെ സന്നിഹിതരായിരിക്കണം. ആബാലവൃദ്ധം ജനങ്ങളും രാമനെ കാണാനായിട്ട് അവിടെ വന്നെത്തണം എന്നൊക്കെ ശത്രുഘ്നനെ വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു. ശത്രുഘ്നൻ അപ്പോഴേക്കും കേൾക്കേണ്ട താമസം. അപ്പോൾ തന്നെ അതിനുവേണ്ട എല്ലാ അലങ്കാരങ്ങളൊക്കെ ചെയ്തു. 10,000 കൊമ്പനാനകൾ, അതുപോലെ തന്നെ 10,000 തേരുകൾ, 1,00,000 കുതിരകൾ, 5,00,000 കാലാൾപ്പടകൾ ഒക്കെ ആയിട്ട് അതിഗംഭീരമായിട്ടുള്ള സ്വീകരണത്തിന് ഉള്ള ഒരുക്കങ്ങളൊക്കെ അതിഗംഭീരമായിട്ട് നടത്തി. രാമപാദുകങ്ങൾ ശിരസിലേന്തിക്കൊണ്ട് കാൽനടയായിട്ടാണ് ഭരതൻ എത്തിച്ചേർന്നത്. ശത്രുഘ്നൻ ആദരവോട് കൂടിയിട്ട് ജ്യേഷ്ഠൻ്റെ കൂടെ ഭരതൻ്റെ കൂടെ ശത്രുഘ്നനും അനുഗമിച്ചു. അപ്പോഴേക്കും ദൂരെ ആ മനോഹരമായിട്ടുള്ള പുഷ്പക വിമാനം കാണാൻ സാധിച്ചു. ഇങ്ങനെ ആ വിമാനം വരുന്നതായിട്ട് കണ്ടു. അപ്പോൾ തന്നെ ഹനുമാൻ എല്ലാവരോടുമായിട്ട് പറഞ്ഞു, ദാ ബ്രഹ്മനിർമ്മിതമായിട്ടുള്ള പുഷ്പക വിമാനം. ആ പുഷ്പക വിമാനത്തിൽ രാമനും സീതയും ലക്ഷ്മണനും സുഗ്രീവനും വിഭീഷണനും എല്ലാവരും അങ്ങനെയുള്ള പ്രമുഖന്മാരെല്ലാവരും ദാ വന്നു ചേരുകയാണ്. എല്ലാവരും ആ ശ്രീരാമനെ എല്ലാവരും കണ്ടോളൂ. ബ്രഹ്മണ നിർമ്മിതമാകിയ പുഷ്പകം തന്മേലരവിന്ദ നേത്രനും സീതയും ലക്ഷ്മണ സുഗ്രീവ നക്തഞ്ചരാധിപ മുഖ്യരായുള്ളൊരു സൈന്യ സമന്വിതം കണ്ടുകൊള്ളിൻ പരമാനന്ദ വിഗ്രഹം പുണ്ടരീകാക്ഷം പുരുഷോത്തമം പരം. ആ പുരുഷോത്തമനെ എല്ലാവരും ദാ കണ്ടോളൂ എന്ന് പറയുമ്പോഴേക്കും ആഹ്ലാദ ആരവങ്ങളുടെ. കാരണം ലക്ഷക്കണക്കിന് ജനങ്ങളിങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുകയല്ലേ. എത്ര കാലമായിട്ട് കണ്ടിട്ട് ശ്രീരാമചന്ദ്രനെ കാണാനുള്ള അവർ ആഗ്രഹത്തോടും എല്ലാവരും എത്തിയിട്ടുണ്ട്. ബാലന്മാർ, വൃദ്ധന്മാർ, സ്ത്രീകൾ അവിടെ വിസ്തരിച്ച് അവിടെ പറയുന്നുണ്ട് അതിഗംഭീരമായിട്ട്. അപ്പോൾ ആ ഒരു ആനന്ദ
എന്താ പറയുക, ആഹ്ലാദ കോലാഹലം. ആ ആഹ്ലാദ കോലാഹലം പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ എല്ലാവരും കണ്ടു. അപ്പോഴേക്കും ആ ആദിത്യനെ പോലെ ഭരതൻ അപ്പോൾ തന്നെ വന്ന് നമസ്കരിച്ചു. അപ്പോഴേക്കും ഇറങ്ങി ഓരോരുത്തരായിട്ട് വന്നു. അപ്പോഴേക്കും രാമൻ മടിയിലിരുത്തുകയാണ് ഭരതനെ, സ്നേഹത്തോടു കൂടിയിട്ട്. അപ്പോൾ തന്നെ രണ്ടനിയന്മാരെയും മടിയിൽ പിടിച്ചിരുത്തി. ആനന്ദാശ്രുക്കൾ അങ്ങനെ ഒഴുകുന്നുണ്ട്. ആനന്ദ കണ്ണീര് കൊണ്ട് സഹോദരന്മാരുടെ അഭിഷേകം നടത്തിയതാണ്. ഇനി വരാൻ പോകുന്നത് മറ്റൊരു അഭിഷേകമാണ്. ഇപ്പോൾ ആനന്ദ കണ്ണീര് കൊണ്ട് ആ രണ്ട് അനുജന്മാരെയും അഭിഷേകം ചെയ്തു. വളരെ വാത്സല്യത്തോടു കൂടിയിട്ടുള്ള ആ ഒരു രംഗം കണ്ടു നിന്നവരുടെ എല്ലാവരുടെയും കണ്ണു നിറഞ്ഞു. പിന്നെ ഹനുമാൻ്റെ വാക്കുകൾ കേട്ട് ഭരതനും പിന്നെ മറ്റ് വാനരന്മാർ, പുരുഷവേഷം പൂണ്ട വാനരന്മാരുണ്ട്, അവരെല്ലാവരും ക്ഷേമാന്വേഷണങ്ങളൊക്കെ നടത്തി. അങ്ങനെ ഭരതൻ സുഗ്രീവനെ വാരിപ്പുണർന്ന് പറഞ്ഞു, ശ്രീരാമചന്ദ്രൻ അങ്ങയുടെ സഹായം കൊണ്ടാണ് രാവണനെ വധിച്ചത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ദശരഥ മഹാരാജാവിന് 4 പുത്രന്മാരുണ്ടായിരുന്നു. ഇപ്പോൾ ഒരാൾ കൂടിയായി. അങ്ങ് 5-മനാണ്. ദശരഥ പുത്രന്മാർ 4 അല്ല, ഇനി 5. അങ്ങ് ഞങ്ങളുടെ കൂട്ടത്തിൽ 5-മത്തെ സഹോദരനാണ്, അതിനൊട്ടും സംശയമില്ല എന്ന് പറഞ്ഞു. പിന്നെ രാമൻ ഭക്തിയോടുകൂടി കൗസല്യയുടെ കാൽക്കൽ നമസ്കരിച്ചു. കൈകേയിയുടെയും സുമിത്രയുടെയും മറ്റുള്ളവരുടെ എല്ലാവരുടെയും കാൽക്കൽ നമസ്കരിച്ചു. എല്ലാവരും ആശ്ലേഷിച്ച് ആനന്ദം അനുഭവിച്ചു. ആ ഒരു രംഗം സുഗ്രീവൻ തുടങ്ങിയായിട്ടുള്ള വാനന്മാരും എല്ലാവരും സകല ആൾക്കാരെയും നമസ്കരിച്ചു. അപ്പോൾ രാമപാദുകങ്ങൾ ഭക്തിയോടുകൂടി ഇത്രയും വർഷങ്ങളായി സിംഹാസനത്തിൽ വെച്ച് പൂജിച്ചുകൊണ്ടിരുന്ന ആ രാമപാദുകങ്ങൾ ഭരതൻ ആ രാമൻ്റെ പാദങ്ങളിലേക്ക് ചേർത്ത് വെച്ച് വീണ്ടും നമസ്കരിച്ചു. പണ്ട് എനിക്ക് അങ്ങ് തന്ന രാജ്യം ഞാനിത് അങ്ങേക്ക് തിരികെ നൽകുകയാണ്. ഇതോടുകൂടി ഞാൻ കൃതാർത്ഥനായി, എൻ്റെ ജന്മം സഫലമായി, എൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു. എൻ്റെ കർമ്മങ്ങൾക്ക് സാഫല്യം എന്ന് പറഞ്ഞാൽ പോരാ, രാജ്യഭണ്ഡാരം, ആ രാജ്യഭണ്ഡാരം ഇന്ന് പണ്ട് എന്നെ ഏൽപ്പിക്കുമ്പോൾ ഉണ്ടായതിൻ്റെ 10 മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട്. ആന, തേര്, കുതിര എല്ലാം എന്തെല്ലാമാണോ എന്നെ ഏൽപ്പിച്ചത് ആ സമ്പത്തൊക്കെ ഇന്ന് അതിൻ്റെ 10 മടങ്ങായിട്ടാണ് ഞാൻ അങ്ങയ്ക്ക് തിരിച്ചു തരുന്നത്. ഇനി അങ്ങയ്ക്ക് ഈ രാജ്യം ഇനി ഉപേക്ഷിക്കാനാവില്ല. കാരണം അന്ന് പറഞ്ഞ വാക്കനുസരിച്ചാണ് അന്ന് വന്നു ചേർന്നിട്ടുണ്ട്. ഈ രാജ്യത്തെയും ലോകത്തെയും ഞങ്ങളെയും ഒക്കെ പരിപാലിക്കണം. രാജ്യം ത്വയാ ദത്തമെങ്കിൽ പുരാദ്യ ഞാൻ പൂജ്യനാം നിങ്കൽ സമർപ്പിച്ചിതാതരാൽ. വളരെ ആദരവോട് കൂടിയിട്ട് ഞാനിതാ ഈ രാജ്യം സമർപ്പിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോഴേക്കും വലിയ ഭേഷം എന്ന് പറഞ്ഞ് കണ്ടു നിന്നവരൊക്കെ ഭരതനെ വാനോളം പുകഴ്ത്തി. കാരണം യഥാർത്ഥത്തിൽ രാമായണത്തിൽ തന്നെ നമ്മൾ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളൊരു കഥാപാത്രമായിട്ട് നമ്മൾ കാണേണ്ടത് ഭരതനെയാണ്. ധർമ്മിഷ്ഠനാണ്, പിന്നെ ഒരു തപസ്വിയല്ലേ, തപസ്സാ ചെയ്തത് ശരിക്കും. പിന്നെ ആഹ്ലാദത്തോടു കൂടിയിട്ട് ആ വിമാനത്തിൽ കയറി നന്ദിഗ്രാമത്തിലെ ആ ഭരത ആശ്രമത്തിൽ അവിടെ ചെന്നു. മെല്ലെ നിലത്തിറങ്ങി പുഷ്പവിമാനത്തെ ആദരിച്ചുകൊണ്ട് പറഞ്ഞു, നീ പോയി പണ്ടത്തെ പോലെ കുബേരനെ സേവിക്കുക. ഇത് കുബേരൻ്റെയാണ്, കുബേരൻ്റെയാണ്, രാവണൻ അത് അപഹരിച്ചതാണ്. അതുകൊണ്ട് ഞാൻ സ്മരിക്കുന്ന സമയത്ത് നീ എൻ്റെ അടുക്കൽ വന്നാൽ മതി. അതിനൊരുത്തരും ആരും തടസ്സം നിൽക്കുകയുമില്ല, പൊക്കോളൂ എന്ന് പറഞ്ഞ് വിമാനം അളകാപുരിയിലേക്ക്, അളകാപുരിയാണല്ലോ കുബേരൻ്റെ സ്ഥലം, അപ്പോൾ അളകാപുരിയിലേക്ക് വിമാനം യാത്രയായി. പിന്നെ വസിഷ്ഠനെ കണ്ടു, കാൽക്കൽ നമസ്കരിച്ച്. അപ്പോൾ രണ്ടുപേരെയും രാമലക്ഷ്മണന്മാരെ ആശീർവദിച്ചു. ആചാര്യൻ്റെ അനുമതിയോട് കൂടിയിട്ട് അവർ താഴെ ഇരുന്നു. അങ്ങനെ ആചാര്യൻ മുകളിൽ, അവർ താഴെ. ഈ രാമലക്ഷ്മണന്മാർ വസിഷ്ഠ, അതാണ് അവിടെ കുലഗുരുക്കന്മാർക്ക് അല്ലെങ്കിൽ ഈ മഹർഷീശ്വരന്മാർക്ക് ഭാരതം നൽകിയ ആ സ്ഥാനം അതാണ്.
അല്ലേ? രാജാവുണ്ടെങ്കിൽ പോലും രാജാവ് താഴെ ഇരിക്കുന്നു. ഇപ്പം യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ രാജ്യത്തിൻ്റെ അയോധ്യയുടെ രാജാവ് രാമൻ തന്നെയാണ്. പക്ഷേ രാമൻ അവിടെ നിലത്തിരിക്കുകയാണ് വസിഷ്ഠൻ്റെ മുന്നിൽ. അപ്പോൾ താഴെ ഇരുന്നു. അപ്പോൾ ഭരതൻ, കൈകേയി, വസിഷ്ഠൻ, വാമദേവൻ തുടങ്ങിയിട്ടുള്ള മഹർഷീശ്വരന്മാരുണ്ട്. അവരെല്ലാവരും അങ്ങ് തന്നെ രാജ്യ രക്ഷ നിർവഹിക്കണം എന്ന് അപേക്ഷിച്ചു. അപ്പോൾ എല്ലാവരുടെയും അപേക്ഷ സ്വീകരിച്ചിട്ട് പറഞ്ഞു, ആർക്കും മനസ്സിൽ യാതൊരു ഖേദവും ഉണ്ടാകേണ്ട, ഞാൻ അയോധ്യാപതിയാകാം, അതിന് വേണ്ട ഒരുക്കങ്ങളൊക്കെ നടത്തിക്കോളൂ എന്ന് പറഞ്ഞു. ആ രാമൻ്റെ അനുമതി കിട്ടേണ്ട താമസം, കാരണം ഇതുവരെ ഒരു അനുമതിക്കായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് എല്ലാവരും. ആ അനുമതി കിട്ടേണ്ട താമസം അപ്പോൾ തന്നെ ശത്രുഘ്നൻ അത്യന്ത ആനന്ദത്തോടു കൂടിയിട്ട് അപ്പോൾ തന്നെ ഈ ക്ഷുരകന്മാരെ വരുത്തി. കാരണം മുടി ഇതൊക്കെ പിന്നെ അന്ന് ഈ ആസ്ഥാന ക്ഷുരകന്മാരുണ്ടാവും, ബാർബർമാർ. അപ്പോൾ അവരെ വരുത്തി അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. ഭരതനും വിഭീഷണനും സുഗ്രീവനും എല്ലാവരും ജടയല്ലേ, ആ ജടയെല്ലാം മുറിച്ചു. കാരണം തപസ് അവസാനിച്ചു, വനവാസം അവസാനിച്ചു. അപ്പോൾ ജടക്കെട്ട് മുറിപ്പിച്ചു. പിന്നെ ദിവ്യ വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, അലങ്കാരങ്ങൾ ഇതൊക്കെ ഗംഭീരമായിട്ട് സീതാദേവിയും അതേപോലെ ഗംഭീരമായിട്ട് അണിയിച്ചൊരുക്കി. അപ്പോൾ എല്ലാ കൗസല്യ എല്ലാവർക്കും, വാനര സ്ത്രീകൾക്ക് എല്ലാവർക്കും മാലകൾ, വിശേഷപ്പെട്ട മാലകൾ ഒക്കെ സമ്മാനങ്ങളൊക്കെ നൽകി. അപ്പോൾ സുമന്ദര രഥം അലങ്കരിച്ച് ആ കുതിരകളൊക്കെ പൂട്ടി കൊണ്ടുവന്ന് നിർത്തി. രാമൻ ആ തേരിലേക്ക് അങ്ങോട്ട് കയറി. അപ്പോഴേക്കും സുഗ്രീവൻ, അംഗദൻ, ഹനുമാൻ എല്ലാവരും ഉണ്ട്. അങ്ങനെയുള്ള എല്ലാവരും പല 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 വാഹനങ്ങളിലായിട്ട് ശ്രീരാമൻ്റെ കൂടെ തന്നെ അകമ്പടിയായിട്ട് ശംഖനാദം, വാദ്യഘോഷങ്ങൾ, വെഞ്ചാമരം, അങ്ങനെ വെൺകൊറ്റക്കുട. ശത്രുഘ്നനാണ് വെൺകൊറ്റക്കുട പിടിക്കുന്നത്, ലക്ഷ്മണനാണ് താലവൃന്ദം. മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണത്. അപ്പോൾ അന്നേരമത്ര സുമന്തർ മഹാരഥം നന്നായി ചമച്ചു യോജിപ്പിച്ചു നിർത്തിനാൻ. രാജരാജൻ മനുവീരൻ ദയാപരൻ രാജയോഗ്യം മഹാസ്യം ധനമേറിനാൻ. സൂര്യതനയനും അംഗദവീരനും മാരുതീതാനും വിഭീഷണനും തഥാ ദിവ്യാംബരാഭരണാദ്യലങ്കാരേണ ദിവ്യഗജാശ്വരഥങ്ങളിലമ്മാറ് നാഥൻ അകമ്പടിയായി നടന്നീടിനാർ. സീതയും സുഗ്രീവപത്നികളാദിയാം വാനരനാരിമാരും വാഹനങ്ങളിൽ സേനാപരിവൃതമാരായ അനന്തരം പിമ്പേ നടന്നിതു ശംഖനാദത്തോടും ഗംഭീര വാദ്യഘോഷങ്ങളോടും തഥാ. സാരഥ്യവേല കൈക്കൊണ്ടാൻ ഭരതനും ചാരു വെഞ്ചാമരം നക്തഞ്ചരിന്ദനും ശ്വേതാതപത്രം പിടിച്ചു ശത്രുഘ്നനും സോദരൻ ദിവ്യവ്യജനവും വീനാൻ. മാനുഷവേഷം ധരിച്ചു ചമഞ്ഞുള്ള വാനരേന്ദ്രന്മാർ എല്ലാവരും മാനുഷവേഷത്തിലാണ്. അവരൊക്കെ 10,000 ഉണ്ട് വാരണേന്ദ്രന്മാർ എല്ലാവരും. അങ്ങനെ അതിഗംഭീരമായിട്ടുള്ള ആ ഒരു ഘോഷയാത്ര, ആ ഘോഷയാത്ര അവിടെ പറഞ്ഞു. ഭരതൻ രാമൻ്റെ ആജ്ഞ അനുസരിച്ച് ഓരോരുത്തരും ഓരോ ഗൃഹത്തിൽ സുഖമായിട്ട് അങ്ങനെ താമസിച്ചു. അപ്പോൾ ഭരതൻ സുഗ്രീവനോട് പറഞ്ഞു, ജ്യേഷ്ഠന് ഉടനെ തന്നെ അഭിഷേകം നടത്തണം. ജ്യേഷ്ഠൻ സമ്മതിച്ച സ്ഥിതിക്ക് ഇനി താമസിപ്പിക്കരുത്. ആദ്യമായിട്ട് 4 കടലിലെയും ചതുസ്സമുദ്രങ്ങളിലെ തീർത്ഥം കൊണ്ടുവരണം. ജാമ്പവാനും ഹനുമാനും അംഗദനും സുഷേണനും പോയിട്ട് സ്വർണ്ണക്കുടങ്ങളിൽ, സാധാരണ നമ്മൾ സപ്തസമുദ്രങ്ങൾ എന്നല്ലേ പറയുക, സപ്തതീർത്ഥങ്ങൾ എന്ന് പറയാറുണ്ട്. ഗംഗേ ജമുനേ ജൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി. ഇതങ്ങനെയല്ല, ഇത് സമുദ്രതീർത്ഥങ്ങളാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ സമുദ്രതീർത്ഥങ്ങൾ കൊണ്ടുവന്നു. പിന്നെ ചന്ദനമരത്തിൻ്റെ ഇല കൊണ്ട് കുടങ്ങളുടെ വായി മൂടിക്കെട്ടി കൊണ്ടുവരണം എന്നൊക്കെ പ്രത്യേക നിർദ്ദേശം കൊടുത്തു. അപ്പോൾ തന്നെ 4 കടലിലെ തീർത്ഥങ്ങൾ കൊണ്ടുവന്നു. പുണ്യനദികളിൽ, നേരത്തെ പറഞ്ഞ പുണ്യനദികളിലെ അതുപോലെ തന്നെ പുഷ്കരം തുടങ്ങിയിട്ടുള്ള തീർത്ഥസ്നാന ക്ഷേത്രങ്ങളിൽ അവിടെയുള്ള ജലം വേറെയും കൊണ്ടുവന്നു. അങ്ങനെ അഭിഷേകത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും രത്നസിംഹാസനത്തിൽ രാമനെ ഇരുത്തി. രാമൻ്റെ ഇടത് ഭാഗത്തായിട്ട് സീതാദേവിക്ക് സ്ഥാനം നൽകി. വാമദേവൻ, ജാബാലി, ഗൗതമൻ, വാൽമീകി ഇങ്ങനെയുള്ള മഹർഷിമാരോടുകൂടി വസിഷ്ഠൻ, കുലഗുരുവാണല്ലോ വസിഷ്ഠൻ. അപ്പോൾ ആ വസിഷ്ഠൻ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരുടെ സഹായത്തോടു കൂടിയിട്ട് അതിഗംഭീരമായിട്ട് അഭിഷേകം ഗംഭീരമായിട്ടവിടെ നടത്തി എന്നവിടെ പറഞ്ഞു. പുണ്യനദീജലം
പുഷ്കരമാദിയാമന്യതീർത്ഥങ്ങളിലുള്ള സലീലവും ഒക്കെ വരുത്തി മറ്റുള്ള പദാർത്ഥങ്ങൾ മർക്കടവൃന്ദം വരുത്തിനാൽ തക്ഷണേ ശത്രുഘ്നനും അമാത്യൗഹമായി മറ്റ് ശുദ്ധപദാർത്ഥങ്ങൾ സംഭരിച്ചിടിനാർ. രത്നസിംഹാസനെ രാമനെയും ചേർത്ത്, ഇവിടെയാണ് അഭിഷേകം. രത്നസിംഹാസനെ രാമനെയും ചേർത്ത് പത്നിയെയും വാമഭാഗേ വിനിവേശ്യ വാമദേവൻ മുനിജാബാലി ഗൗതമൻ വാൽമീകി എന്നിവരോടും വസിഷ്ഠനാം ദേശികൻ ബ്രാഹ്മണശ്രേഷ്ഠരോടും കൂടി ദാശരഥിക്ക് അഭിഷേകവും ചെയ്തു. ആ ദാശരഥിക്ക് അഭിഷേകം ചെയ്തു. അതിഗംഭീരമായിട്ട് പൊന്നിൻ കലശങ്ങളായിരത്തെട്ടും അങ്ങന്യൂനശോഭം ജപിച്ചാർമറകളും നക്തഞ്ചരിന്ദനും വാനരവീരനും രത്നദണ്ഡം പുണ്ട ചാമരം വീനാർ. ശത്രുഘ്ന വീരൻ കുടപിടിച്ചിടിനാൻ ക്ഷത്രിയ വീരർ ഉപചരിച്ചിടിനാർ. ലോകപാലന്മാരും ഉപദേവതമാരും ആകാശമാർഗേ പുകഴ്ന്നു നിന്നിടിനാർ. മാരുതൻ കയ്യിൽ കൊടുത്തയച്ചാൻ ദിവ്യഹാരം മഹേന്ദ്രൻ മനുകുലനാഥന് സർവരത്നോജ്വലമായ ഹാരം പുനർവീശ്വരനും അലങ്കരിച്ചിടിനാൻ. ദേവഗന്ധർവ യക്ഷ അപ്സരോ വൃന്ദവും ദേവദേവേശ്വരനെ ഭജിച്ചിടിനാർ. പൂർണ്ണഭക്തിയാ പുഷ്പവൃഷ്ടിയും ചെയ്ത് കാരുണ്യനിധിയെ ഭജിച്ചിതെല്ലാവരും. അങ്ങനെ ആ അതിഗംഭീരമായ ആ ഒരു അഭിഷേകം. അപ്പോഴേക്കും പിന്നെ താമസമില്ലാതെ ശ്രീപാർവതിയോടുകൂടി പരമേശ്വരനും അവിടെ എത്തി ഭഗവാനെ സ്തുതിച്ചു. ഒരുപാട് പേര് സ്തുതിക്കുന്നതായിട്ട് അവിടെ പറയുന്നുണ്ട്. ഇന്ദ്രൻ ഭക്തിപൂർവ്വം ഭഗവാനെ ഭജിച്ചു. ബ്രഹ്മാവ് നൽകിയ ആ വരപ്രസാദം കൊണ്ട് അഹങ്കരിച്ച രാവണൻ എന്ന രാക്ഷസൻ എൻ്റെ സ്ഥാനമൊക്കെ അധീനത്തിലാക്കി. അവൻ്റെ മകൻ പോരിൽ എന്നെ ബന്ധിച്ചു. അങ്ങയുടെ ആ കാരുണ്യം കൊണ്ടാണ് ഇപ്പോൾ അവൻ വധിക്കപ്പെട്ടത്. ഇപ്പോൾ എനിക്ക് എൻ്റെ നഷ്ടപ്പെട്ടതെല്ലാ അധികാരങ്ങളും ഒക്കെ സുഖമായിട്ടെല്ലാം തിരിച്ചു കിട്ടി എന്ന് ദേവേന്ദ്രൻ്റെ സ്തുതി. പിന്നെ മറ്റ് ആദിത്യന്മാർ, രുദ്രന്മാർ, വസുക്കൾ, അങ്ങനെയുള്ള സകല ആൾക്കാർ അവിടെ സ്തുതിക്കുന്നുണ്ട്. അവിടെ പ്രത്യേകം സ്തുതിക്കുന്നത് അവിടെ കാണാം. പിന്നെ പിതൃക്കൾ പിന്നെ രാമദേവനെ സ്തുതിക്കുന്നു. രാക്ഷസവംശ നാശകനായിരിക്കുന്ന രാമചന്ദ്രനെ യക്ഷന്മാർ സ്തുതിക്കുന്നു. പിന്നെ ഗന്ധർവന്മാർ, അതുപോലെ തന്നെ കിന്നരന്മാർ, കിംപുരുഷന്മാർ, ഇവർക്ക് ദേവാംശങ്ങളാണ്, ദേവവൃന്ദങ്ങളാണ്. ഇങ്ങനെ എല്ലാവരും ഓരോരുത്തരായിട്ട് അങ്ങനെ ഭക്തിപൂർവ്വം അവിടെ സ്തുതിച്ചു. സിദ്ധന്മാർ, വിദ്യാധരന്മാർ ഒക്കെ അവിടെ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഗംഭീരമായിട്ട് സ്തുതിച്ചു. അപ്പോൾ പിന്നെ അപ്സരസ്സുകൾ, ചാരണന്മാർ, നാഗന്മാർ, മരുത്തുക്കൾ, തുമ്പുരു, നാരദൻ, ഇങ്ങനെയുള്ള എല്ലാവരും ആകാശ സഞ്ചാരികളായിട്ടുള്ള ആൾക്കാർ എല്ലാവരും അഷ്ടങ്ങൾ മനോഹരമായിട്ടുള്ള പദങ്ങളോട് കൂടിയിട്ട് സന്തോഷത്തോടു കൂടിയിട്ട് അവിടെ സ്തുതിച്ചു കഴിഞ്ഞപ്പോൾ ആ രാമൻ്റെ അനുഗ്രഹം നേടിക്കൊണ്ട് എല്ലാവരും അവരുടെ ആഗ്രഹം സഫലമായതുള്ള ആഹ്ലാദത്തോടു കൂടിയിട്ട് അവരവരുടെ ഭവനങ്ങളിലേക്ക് അല്ലെങ്കിൽ ആ ദേവലോകത്തേക്ക് തിരികെ എല്ലാവരും യാത്രയായി. അങ്ങനെ ആ 3 ലോകങ്ങളിലും വസിക്കുന്നവർ ആ സച്ചിദാനന്ദ സ്വരൂപിയായിട്ടുള്ള ആ ഭഗവാന്റെ സച്ചിത് പരബ്രഹ്മപൂർണമാത്മാനന്ദം അച്യുതമദ്വയം ഏകം അനാമയം ഭാവനയാം ഭഗവത്പാദാംഭോജവും സേവിച്ചിരുന്നാർ ജഗത്രയവാസികൾ. സിംഹാസനോപരി സീതയാ സംയുതം സിംഹപരാക്രമം സൂര്യകോടിപ്രഭം സോദര വാനര താപസ രാക്ഷസ ഭൂദേവവൃന്ദ നിഷേവ്യമാണം പരം രാമാഭിഷേക തീർത്ഥാർദ്രമാം വിഗ്രഹം ശ്യാമളം കോമളം ചാമീകരപ്രഭം ചന്ദ്രബിംബാനനം ചാർവായത ഭുജം ചന്ദ്രിക മന്ദഹാസോജ്വലം രാഘവം ധ്യാനിപ്പവർക്ക് അഭീഷ്ടാസ്പദം കണ്ടുകണ്ട് ആനന്ദം ഉൾക്കൊണ്ടിരുന്നതെല്ലാവരും ആ പരമാനന്ദത്തെ അനുഭവിച്ചു എന്നവിടെ പറഞ്ഞു. പിന്നെ വാനരാദികളെയും ഭഗവാൻ അനുഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ രാജ്യഭരണം നടത്തുന്ന ഒരു സന്ദർഭമായി ശരിക്കും രാമരാജ്യം വരികയാണ്. അപ്പോൾ സർവ സമ്പദ് സമൃദ്ധി എവിടെയും
അവിടെ പറയുന്നുണ്ട്, ഒരിടത്തും ഒരു ദാരിദ്ര്യമില്ല, എല്ലായിടത്തും സർവ്വസമ്പദ് സമൃദ്ധിയാണ്, ഉത്സവത്തിൻ്റെ പ്രതീതിയാണ് എവിടെയും എന്നും അവിടെ പറഞ്ഞു. പിന്നെ ദാനാദികളൊക്കെ വേണ്ട പോലെ ഗംഭീരമായിട്ട് വസ്ത്രം, ആഭരണം ഇതൊക്കെ ദാനം ചെയ്തു. അങ്ങനെയുള്ള ദാനകർമാദികളൊക്കെ പറഞ്ഞു. പിന്നെ ഒരു സ്വർണ്ണമാല രാമൻ സുഗ്രീവന് സമ്മാനിച്ചു. അംഗദന് 2 തോൾവളകൾ, അങ്ങനെ പിന്നെ ഒരു ഹാരം സീതാദേവിക്ക്. വളരെ സന്തോഷമായി. അപ്പോൾ ആ ഹാരം ഒന്ന് ഊരിയെടുത്തിട്ട് രാമൻ്റെ മുഖത്ത്, ഹനുമാൻ്റെ മുഖത്തും ഒക്കെ ഒന്ന് നോക്കി. അപ്പോൾ രാമന് മനസ്സിലായി, സീതാദേവിയുടെ ആഗ്രഹം എന്താണെന്ന് മനസ്സിലായി. നീ ആ മാല നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്ക് കൊടുത്തോളൂ, അതല്ലേ നീ ആഗ്രഹിക്കുന്നത്? നിൻ്റെ അനുഗ്രഹത്തിന് തടസ്സമുണ്ടാക്കാൻ ഇവിടെ ആരുമില്ല, കൊടുത്തോളൂ. അപ്പോൾ ഹനുമാനെ വിളിച്ച് സീതാദേവി ആ മാല, ആ ഹാരം അണിഞ്ഞു. എന്തെന്നില്ലാത്ത ആനന്ദത്തോട് തൊഴുത്, അപ്പോൾ തന്നെ തൊഴുത് നമസ്കരിച്ചു. അപ്പോൾ പറഞ്ഞു, വായുപുത്ര, നീ വേണ്ടുന്ന വരം എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ആവശ്യപ്പെട്ടോളൂ. അപ്പോൾ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ പ്രഭോ, അങ്ങയുടെ പേരും ചരിത്രവും ഉള്ളിടത്തോളം കാലം ഈ ഭൂമിയിൽ തന്നെ വാഴാൻ എന്നെ അനുവദിക്കണം. ചിരഞ്ജീവിയായി. നിരന്തരം രാമനാമം കേൾക്കാനിടവരണം. രാമനാമജപം, രാമനാമസ്മരണ, കീർത്തന ശ്രവണം, ഇവയിലൊന്നും ഒരിക്കലും എനിക്ക് തൃപ്തി വരില്ല. അതുകൊണ്ട് ദയാനിധേ, എനിക്ക് വേറെ ഒരു വരവും വേണ്ട. എന്നും അങ്ങയുടെ പാതാരവിന്ദങ്ങൾ സ്മരിക്കാനും അചഞ്ചലമായ ഭക്തി, ആ അചഞ്ചലമായ ഭക്തി ഉണ്ടാകാനായിട്ട് എന്നെ അനുഗ്രഹിക്കണം. വേറെ ഒന്നും ആവശ്യമേ ഇല്ല. അപ്പോൾ രാമജപസ്മരണശ്രവണങ്ങളിൽ മാമകമാനസേ തൃപ്തി വരാവിഭോ, മറ്റു വരം മമ വേണ്ട ദയാനിധേ, എനിക്ക് വേറെ വരങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ രാമൻ അനുഗ്രഹിച്ചു. മത്കഥയുള്ള നാൾ മുക്തനായി വാഴുക നീ. എൻ്റെ കഥ ലോകത്തിൽ ഉള്ളിടത്തോളം കാലം നിനക്ക് ജീവൻ മുക്തനായിട്ട് നിനക്ക് ഇവിടെ തന്നെ കഴിയാം. പിന്നെ ഭക്തി കൊണ്ട് മാത്രമേ ബ്രഹ്മത്വം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ നിനക്ക് സ്വയമേവ സുഖാനുഭവങ്ങളൊക്കെ ഉണ്ടാകട്ടെ എന്ന് സീതാദേവിയും അപ്പോൾ തന്നെ അനുഗ്രഹിച്ചു. വീണ് നമസ്കരിച്ചു. സീതാരാമന്മാരുടെ അനുമതിയോടുകൂടിയിട്ട് ആ രാമൻ്റെ പാദകമലങ്ങളെ തന്നെ ചിന്തിച്ചുകൊണ്ട് തപസ് ചെയ്യാനായി അപ്പോൾ തന്നെ ആഞ്ജനേയൻ ഹിമാലയത്തിലേക്ക് യാത്രയായി എന്നും അവിടെ പറഞ്ഞു. പിന്നെ ഗുഹനെ വിളിച്ച് പറഞ്ഞു, ശൃംഗേവരപുരത്തേക്ക് പോയിക്കോളൂ, എൻ്റെ കഥ സ്മരിച്ചുകൊണ്ട് ആ സകല സുഖങ്ങളും അനുഭവിച്ചുകൊണ്ട് സായുജ്യം നേടാൻ ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. ധാരാളം സമ്മാനങ്ങളൊക്കെ കൊടുത്ത് ഗുഹനെ യാത്രയാക്കി. പിന്നെ വിലയേറിയ വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ ഇതൊക്കെ നൽകി ആ വാനരവീരന്മാരെ എല്ലാവരെയും ആ കിഷ്കിന്ധയിലേക്ക് യാത്രയാക്കി. വലിയ പ്രയാസമുണ്ട്, വളരെ പ്രയാസമുണ്ടെങ്കിലും ആ സുഗ്രീവൻ മനസ്സോടു കൂടിയിട്ട് യാത്ര പറഞ്ഞ് അവിടെ നിന്നും കിഷ്കിന്ധയിലേക്ക് പോയി. പിന്നെ ജനക മഹാരാജാവിനെ ആ പ്രീതിവാക്യങ്ങളൊക്കെ സന്തോഷിപ്പിച്ചു. സീതയെ കൊണ്ട് അദ്ദേഹത്തിന് പുതിയ പട്ടുവസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ കൊടുപ്പിച്ചു. എന്നിട്ട് അവരെയും യാത്രയാക്കി. മറ്റ് രാജാക്കന്മാർക്കൊക്കെ വേണ്ട സമ്മാനങ്ങളൊക്കെ നൽകി എല്ലാവരും യാത്രയായി. വിഭീഷണൻ രാമൻ്റെ കാൽക്കൽ വന്ന് നമസ്കരിച്ചു. അപ്പോൾ പറഞ്ഞു, മിത്രമായിട്ട് നീ സഹായിച്ചതുകൊണ്ടാണ് എനിക്ക് എൻ്റെ ശത്രുക്കളെ ജയിക്കാൻ പറ്റിയത്. അതുകൊണ്ട് ആചന്ദ്രതാരം ലങ്കാധിപതിയായിട്ട്, ആചന്ദ്രതാരം ലങ്കയിൽ വാഴുക നീ, നാശമരികളാലുണ്ടാകയില്ലതേ, എന്നെ മറന്നുപോകാതെ നിരൂപിച്ചു പുണ്യജനാധിപനായി വസിച്ചിടടോ എന്ന് വിഭീഷണനെയും ആശീർവദിച്ചു. മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹം വെച്ച് പൂജിച്ച് വിഷ്ണുഭക്തനായിട്ട് ശുദ്ധ മനസ്സോടു കൂടിയിട്ട് മുക്തനായിട്ട്
നിനക്ക് കഴിയാം എന്ന് പറഞ്ഞ് സമ്മാനങ്ങളൊക്കെ നൽകി വിഭീഷണനെയും യാത്രയാക്കി. കണ്ണീരൊഴുക്കിക്കൊണ്ട് വീണ്ടും 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 കാൽക്കൽ വീണ് നമസ്കരിച്ച് മനസ്സെല്ലാം മനസ്സോടു കൂടിയിട്ട് വിഭീഷണനും ലങ്കയിലേക്ക് പുറപ്പെട്ടു. ലങ്കയിലെത്തിയ ആ രാക്ഷസ രാജാവ് സുഹൃത്തുക്കളോട് കൂടിയിട്ട് ലങ്കയിൽ ചെന്നു സുഹൃജനത്തോടും ആതങ്കമൊഴിഞ്ഞ് സുഖിച്ചു വാണീടിനാൻ. ആര്? വിഭീഷണൻ. പിന്നെ ആ സീതാദേവിയോടൊത്ത് ആ രഘുകുലനാഥനായിരിക്കുന്ന ശ്രീരാമൻ രാജഭോഗങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ട് ആനന്ദത്തോടു വസിച്ചു. അശ്വമേധം മുതലായിട്ടുള്ള യാഗങ്ങളൊക്കെ നടത്തി. ആ പാവനമായിട്ടുള്ള കീർത്തി ലോകം മുഴുവൻ പരന്നു. സകല ജനങ്ങൾക്കും എല്ലാവിധത്തിലുമുള്ള സൗഖ്യമുളവാക്കിക്കൊണ്ട് ആ സകല ലോകരെയും പരിപാലിച്ചു എന്നും അവിടെ പറഞ്ഞു. ആ രാമരാജ്യത്തിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മളിപ്പോൾ പറയുമല്ലോ രാമരാജ്യം വരണം എന്ന് പറയും. എന്താണ് രാമരാജ്യം? അവിടെ പറയണ്ടേ, വൈധവ്യ ദുഃഖം വനീതമാർക്കില്ലൊരു വ്യാധിഭയവും ഒരുത്തർക്കുമില്ലല്ലോ, സസ്യപരിപൂർണയല്ലോ ധരിത്രിയും ദസ്യൂഭയവും ഒരിടത്തുമില്ലല്ലോ, ബാലമരണം അകപ്പെടാറുമില്ല, കാലേ വർഷിക്കുമല്ലോ ഘനങ്ങളും. ഘനം എന്ന് പറഞ്ഞാൽ മേഘങ്ങൾ. കാലേ വർഷതു പർജന്യ, സമയത്ത് മഴ പെയ്യാം. രാമപൂജ അപരന്മാർ നരന്മാർ ഭുവിരാമനെ ധ്യാനിക്കുമേവരും സന്തതം, വർണ്ണാശ്രമങ്ങൾ തനിക്കുള്ളതൊന്നും ഇളക്കം വരുത്തുകില്ലാരുമേ, എല്ലാവനും ഉണ്ട് അനുകമ്പ മാനസേ, നല്ലതൊഴിഞ്ഞൊരു ചിന്തയില്ലാർക്കുമേ. ഇതാണ് രാമരാജ്യം. നല്ലതൊഴിഞ്ഞ ഒരു ചിന്ത ആർക്കുമില്ല. നോക്കുമാറില്ലാരുമേ, പരതാരങ്ങൾ ഓർക്കയുമില്ല, പരദ്രവ്യമാരുമേ. ഇന്ദ്രിയ നിഗ്രഹം എല്ലാവനുമുണ്ട്, നിന്ദയുമില്ല പരസ്പരം ആർക്കുമേ. നന്ദന്മാരെ പിതാവ് രക്ഷിക്കുന്ന വണ്ണം പ്രജകളെ രക്ഷിച്ചു രാഘവൻ. അച്ഛൻ മക്കളെ രക്ഷിക്കുന്നത് പോലെയാണ്. രഘുവംശത്തിൽ കാളിദാസൻ പറയും, പ്രജാനാം വിനയാധാനാത് രക്ഷണാത് ഭരണാദപി സപിതാ പിതരസ്താസാം കേവലം ജന്മഹേതവ. അച്ഛന്മാര് ജന്മം കൊടുത്തു മാത്രമേ ഉള്ളൂ. അച്ഛൻ്റെ ചുമതലകളൊക്കെ നിർവഹിക്കുന്ന ആര്? രാജാവാണ്. അങ്ങനെ ഒരു കൽപ്പനയുണ്ട്. ഉണ്ട്. ശരിക്കും അങ്ങനെയാണ്. ഒരു ഭരണാധികാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പ്രജകൾക്കൊക്കെ പിതൃതുല്യന്മാരാവണമെന്നാണ്. അങ്ങനെ അവിടെ പറഞ്ഞു. ആ രാമായണത്തിൻ്റെ മഹിമ പറഞ്ഞുകൊണ്ടാണ് അവിടെ പൂർത്തിയാക്കുന്നത്. അധ്യാത്മരാമായണമിതമെത്രയും അത്യുത്തമോത്തമം മൃത്യുഞ്ജയപ്രൂക്തം. ശ്രീ പരമേശ്വരൻ മൃത്യുഞ്ജയൻ തന്നെ പറഞ്ഞതാണിത്. കാരണം നമ്മൾ ഉമാമഹേശ്വര സംവാദ രൂപത്തിലൂടെയാണ് ഇത് കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ രാമായണം ആരാണോ പഠിക്കുന്നത്, വായിക്കുന്നതർത്ഥം, ആ രാമായണം വായിക്കുന്ന മനുഷ്യന് ഈ ജന്മം കൊണ്ട് തന്നെ മുക്തി ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അധ്യയനം ചെയ്യിൽ മർത്യനിജന്മനാ മുക്തി സിദ്ധിക്കും, അതിനില്ല സംശയം. ഈ രാമായണം ആരാണോ അധ്യയനം ചെയ്യുന്നത്, വായിക്കുന്നത്, അവർക്ക് മുക്തി ലഭിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമേയില്ല. ഈ ഗ്രന്ഥം പാരായണം ചെയ്യുന്നിടത്ത് ധനധാന്യ സമൃദ്ധി ഉണ്ടാകും. രാമായണം വായിക്കുന്നവരുടെ ശത്രുക്കൾ ഇല്ലാതാകും, ആരോഗ്യം വർദ്ധിക്കും. ദീർഘായുസ്സും സമ്പത്തും സൗഖ്യവും പ്രദാനം ചെയ്യുന്ന ഈ ഗ്രന്ഥം സകല അഭീഷ്ടങ്ങളെയും സാധിച്ചു തരുന്നതാണ്. മനഃപ്പാഠമാക്കി ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ പറയേ വേണ്ട, മഹാപാപങ്ങളിൽ നിന്നെല്ലാം മുക്തി കിട്ടും. ധനം ആഗ്രഹിക്കുന്നവന് ധനം, പുത്രഭാഗ്യം വേണമെന്നവർക്ക് പുത്രഭാഗ്യം, അങ്ങനെയുള്ള എല്ലാ സമ്പത്തും. അതുപോലെ തന്നെ വിദ്യാർത്ഥി മഹാപണ്ഡിതനാകും. നമുക്കവിടെ വിസ്തരിച്ച് പറയേണ്ട. സന്താന സൗഭാഗ്യമുണ്ടാകും. ബന്ധങ്ങളിൽ പെട്ടുപോയവർ ഭക്തിയോട് കൂടിയിട്ട്, ലൗകിക ബന്ധങ്ങളിൽപ്പെട്ട് നട്ടം തിരിയുന്നവർ ഭക്തിയോട് കൂടിയിട്ട് മുക്തി ആഗ്രഹിച്ചാൽ ഉറപ്പായിട്ടും അവന് മുക്തി തന്നെ ലഭിക്കും എന്നും അവിടെ പറഞ്ഞു. ഭൗതികവും ആധിദൈവികവും ആധ്യാത്മികവുമായിട്ടുള്ള ദുഃഖങ്ങളൊക്കെ ഈ ഗ്രന്ഥപഠനം കൊണ്ട് ഇല്ലാതായിത്തീരും എന്നും അവിടെ പ്രത്യേകിച്ച് പറയേണ്ടത്. അതുപോലെ തന്നെ ധർമാർത്ഥ കാമമോക്ഷങ്ങൾ സാധിച്ചിടും. ചതുർവിധ പുരുഷാർത്ഥം, ആ ചതുർവിധ പുരുഷാർത്ഥങ്ങളും ഇതിലൂടെ നേടാൻ സാധിക്കും. അതെ, അധ്യാത്മരാമായണ പാരായണത്തിലൂടെ ഇത്രയും കാര്യങ്ങളൊക്കെ സാധിക്കും എന്ന് ആ പരമേശ്വരൻ പാർവതീദേവിക്ക് ഉപദേശിച്ചു കൊടുത്ത അധ്യാത്മരാമായണം,
ആ അധ്യാത്മരാമായണമാണ്. അപ്പോൾ ആത്മാരാമം എന്ന ഈ ഒരു കാര്യപരിപാടിയിലൂടെ കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ അധ്യാത്മരാമായണമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പറഞ്ഞ ഈ ഫലശ്രുതിയൊക്കെ ഇത് കേട്ടവർക്കും ഉറപ്പായിട്ടും ലഭ്യമാണ്. അതുപോലെ തന്നെ നമ്മൾ വെറുതെ കഥ പറയുകയല്ല, നമ്മൾ ആ ഭാഗങ്ങളൊക്കെ പലതും പാരായണം ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു മാസമായിട്ട് നമ്മൾ ഈ അധ്യാത്മരാമായണം എന്ന ആ രാമകഥാമൃതം നമ്മൾ നന്നായിട്ട് പാനം ചെയ്തു. അമൃതം പാനം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പറയാനില്ല, മുക്തി തന്നെയാണ്. അതുകൊണ്ട് ആ ഒരു നരനെ നാരായണനാക്കി ഉയർത്തുന്ന രാമകഥ ഭക്തിയോടുകൂടി ശ്രദ്ധയോടുകൂടി ശ്രവിച്ചവർക്കെല്ലാവർക്കും ആ ശ്രീരാമചന്ദ്രൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ആത്മാരാമം നമുക്കിവിടെ സമർപ്പിക്കാം. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായാ പതേ നമഃ.